എക്സൈസ് സംഘത്തിന്റെ പരിശോധനയിൽ 4000 കിലോ ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി. ബാലരാമപുരം ഉച്ചക്കട ഭാഗത്ത് വെച്ച് എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും നെയ്യാറ്റിൻകര എക്സൈസ് റേഞ്ച് പാർട്ടിയും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് 100 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സ്കൂട്ടറിൽ കടത്തിക്കൊണ്ടുവന്ന ഭീമാപള്ളി സ്വദേശി അമീനെയാണ് പിടികൂടിയത്. അമീനെ എക്സൈസ് സംഘം കൂടുതൽ ചോദ്യം ചെയ്തതോടെയാണ് വെള്ളയാണി പുഞ്ചക്കരിയിൽ വീട് വാടകയ്ക്കെടുത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നതായി കണ്ടെത്തിയത്. ഉദ്ദേശം 4000 കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നമായ ശംഭു, ഗണേഷ് തുടങ്ങിയവയാണ് ഈ വീട്ടിൽ നിന്നും കണ്ടെടുത്തതും. പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രമേഷ് കുമാർ, എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബിജുരാജ്, പ്രിവൻറ്റീവ് ഓഫീസർ ഷാജു PB, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനീഷ് SS, ലാൽകൃഷ്ണ UK, വിനോദ് കുമാർ M, പ്രസന്നൻ B, അൽത്താഫ് മുഹമ്മദ് എന്നിവരുടെ സംഘമായിരുന്നു പ്രതിയെ പിടികൂടിയത്. വിവിധ പ്രദേശങ്ങളിലാണ് ഈ നിരോധിത പുകയില വിൽപ്പന നടത്തുന്നതെന്നും എക്സൈസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് നിരോധിത ഉൽപ്പന്നത്തിൻ്റെ ഉറവിടം കണ്ടെത്തിയത്. ഇത്രയും സാധനം എവിടെ നിന്നും എത്തിയെന്നും എങ്ങനെയാണ് ഇത് കൊണ്ടുവന്നതെന്നും അന്വേഷണം നടന്നു വരുന്നുണ്ട്. ഏതെല്ലാം പ്രദേശത്തേക്കാണ് ഈ സാധനം വിൽപ്പന നടത്തുന്നതെന്നും ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ പേർ പിടിയിലാകുമെന്ന പ്രതീക്ഷയിലാണ് എക്സൈസ് സംഘവും. രണ്ട് ചാക്ക് എത്ര പീസ് എത്ര? വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന വിവിധ പ്രദേശങ്ങളിൽ നടത്തുമെന്നും സ്കൂൾ കുട്ടികളെ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും എക്സൈസ് സംഘം അറിയിച്ചിട്ടുണ്ട്.